ലോകത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ദുബായ്. സാങ്കേതിക വിദ്യയും മനുഷ്യശേഷിയും ഒരുപോലെ സന്നിവേശിപ്പിച്ചാണ് ദുബായ് അതിന്റെ കുതിപ്പ് തുടരുന്നത്. അതിനാൽ തന്നെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് ദുബായിയുടെ ഓരോ വളർച്ചയും. ഓരോ ദിവസവും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നഗരം. ഇതിന് മാറ്റുകൂട്ടുന്ന ബൃഹത് പദ്ധതികളാണ് അണിയറയിൽ ഇപ്പോഴും ഒരുങ്ങുന്നത്. ക്യൂവിൽ നിൽക്കാതെ പ്രവേശന കവാടം മുതൽ ബോർഡിംഗ് ഗേറ്റ് വരെ പോകാൻ കഴിയുന്ന ഒരു പുതിയ വിമാനത്താവളം മുതൽ പറന്നുയരാൻ തയ്യാറായ ഫ്ലൈയിങ് ടാക്സികൾ വരെ ദുബായിയുടെ മാറുന്ന മുഖത്തെ അടയാളപ്പെടുത്തുന്നു. മരുഭൂമിയെയും മത്സ്യബന്ധന ഗ്രാമങ്ങളെയും ഒരു മഹാനഗരമാക്കി മാറ്റിയ ദുബായ് 10 പദ്ധതികളിലൂടെ ലോകത്തെ അമ്പരപ്പിക്കാൻ പോകുകയാണ്. ആ പദ്ധതികൾ ഇവയാണ്. നഗരത്തിന്റെ ദൂരെയുള്ള വിമാനത്താവളം എന്ന് അറിയപ്പെട്ടിരുന്ന വിമാനത്താവളം അധികം വൈകാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്ന വിശേഷണം സ്വന്തമാക്കും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് മോണോറെയിലും മിനി ഫോറസ്റ്റുമുള്ള നഗരത്തിനുള്ളിലെ നഗരം ആയിരിക്കും. ഇതിലെ ഏറ്റവും മികച്ച ആകർഷണം ചെക്ക് ഇന്നുകൾക്കും ഇമിഗ്രേഷനും ക്യൂകൾ ഉണ്ടാകില്ല എന്നതാണ്. 10 വർഷത്തിനുള്ളിൽ എല്ലാ ദുബായ് വിമാനങ്ങളും ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് പ്രവർത്തിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ 2 ബീച്ചുകളായ അൽ മംസാർ, ജുമൈറ എന്നിവ 355 മില്യൺ ദിർഹം ചിലവ് വരുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. ഇവിടെ ഫ്ലോട്ടിംഗ് കാൽനടപ്പാലവും ഓവർ വാട്ടർ ഡെക്കുകളും ഉണ്ടാകും. ഭക്ഷണശാലകളും ബൈക്കിംഗ് ട്രാക്കുകളും നടപ്പാതകളും നിർമ്മിക്കുകയും അവയ്ക്ക് ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. എമിറേറ്റിലെ ജലാശയങ്ങളിൽ 40 ലക്ഷം ക്യൂബിക് മീറ്ററിലധികം പാറകൾ പൂക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര സംരക്ഷണ സംരംഭമാണിത്. ദുബായ് റീഫ്സ് ഇക്കോ ടൂറിസത്തിനായുള്ള ഫ്ലോട്ടിംഗ് ലിവിംഗ് ലാബ് ആയിരിക്കും ഇത്. റെസിഡൻഷ്യൽ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, വിദ്യാഭ്യാസ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അടുത്തിടെ ഡൈവിംഗ് നടത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങൾ, അതുല്യമായ വാട്ടർ ഫ്രണ്ട് അനുഭവങ്ങൾ എന്നിവയാൽ ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഈ കൃത്രിമ ദ്വീപ് സമൂഹം ദുബായിലേക്ക് ഏകദേശം 110 കിലോമീറ്റർ തീരപ്രദേശം കൂട്ടിച്ചേർക്കും. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏകദേശം 35,000 കുടുംബങ്ങൾക്ക് പാം ജബൽ അലി എന്ന ആഡംബര ബീച്ചിൽ താമസിക്കാൻ കഴിയും. ബുർജ് ഖലീഫയിൽ നൃത്തം ചെയ്യുന്ന ദുബായ് ഫൗണ്ടൻ ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദുബായ് ക്രീക്ക് ടവറിന് സ്വന്തമായി ഒരു പ്ലാസയുണ്ടായിരിക്കും. വെള്ളവും നിറവും തീയും സമന്വയിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇത്. ദുബായ് ക്രീക്ക് ഹാർബറിൽ ഉയരാൻ പോകുന്ന ഇമാറിന്റെ അടുത്ത സൂപ്പർ സ്ട്രക്ചർ ഫീമെയിൽ ബുർജ് ഖലീഫയായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇത് പുതിയ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണോ എന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ദുബായ് മാളിനെ വലുതാക്കാനുള്ള പദ്ധതികളും നടക്കുന്നുണ്ട്. ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിനുമായി 1.5 മില്യൺ ദിർഹം വിപുലീകരണ പദ്ധതി ഇമാർ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏകദേശം 240 പുതിയ ആഡംബര സ്റ്റോറുകൾക്കും ഭക്ഷണ പാനീയ ഔട്ട്ലെറ്റുകൾക്കും ഇടം നൽകും. UAE നിവാസികൾക്ക് 2025 തന്നെ ഫ്ലൈയിങ് ടാക്സികളും കാറുകളും ഓടിക്കാം. വരും കാലത്തെ ഗതാഗത രീതിയെ പിന്തുണയ്ക്കുന്നതിനായി ലംബ വിമാനത്താവളങ്ങളോ വേർട്ടിപോർട്ടുകളോ നിർമ്മിക്കും. എയർ ടാക്സി ടെർമിനലുകൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അറ്റ്ലാന്റിസ് ദി പാമിൽ മറ്റൊരു വേർട്ടിപോർട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രധാനമായും 4 സീറ്റുകളുള്ള എയർ ടാക്സികൾക്കായി ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 10 മുതൽ 30 മിനിറ്റ് വരെ യാത്രക്കാരെ പറത്താൻ കഴിയും. അടുത്തത് ബുർജ് അസീസി. ഷെയ്ഖ് സായിദ് റോഡിൽ നിർമ്മിക്കുന്ന ഈ ടവർ 2028 പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ടവറാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു വെർട്ടിക്കൽ മാൾ, ആഡംബര വസതികൾ, ഡെക്ക്, ഒരു 7 സ്റ്റാർ ഹോട്ടൽ, മറ്റ് ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ എന്നിവ ഇതിലുണ്ടായിരിക്കും. സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അൽവാസൽ ടവറിനെ വേറിട്ടു നിർത്തുന്നത്. അതിന്റെ മുൻഭാഗത്ത് സെറാമിക് ഫിനുകളുടെ ഒരു നല്ല ലേസ് ഉപയോഗിച്ചിട്ടുണ്ട്. കളിമണ്ണിൽ നിന്ന് നിർമ്മിച്ചതും അലൂമിനിയം കെംസിംഗിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോടെക് ഗ്ലേസ് സെറാമിക് തണൽ പ്രദാനം ചെയ്യും. കാറ്റിൽ നിന്നുള്ള തണുപ്പ് വർദ്ധിപ്പിക്കും.
കൂടാതെ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പരോക്ഷമായി പകൽ വെളിച്ചമെത്തിക്കും. ഗൾഫ് വുഡ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യത്തെ ഫോറസ്റ്റ് ലിവിംഗ് കമ്മ്യൂണിറ്റിയിലൂടെ ദുബായിയുടെ ഹൃദയഭാഗം പച്ചയായി മാറുന്നു. ഇപ്പോൾ മുതൽ 2031 വരെയുള്ള കാലയളവിൽ 8 ഘട്ടങ്ങളിലായി പുറത്തിറങ്ങുന്ന ഗൾഫ് വുഡ്സ് ഗ്ലോബൽ വില്ലേജിന് സമീപമുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹൈവേയിൽ നിന്ന് 7,38,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് വ്യാപിപ്പിക്കും. 7000-ലധികം വീടുകൾ ഈ കൃത്രിമ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമെന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ദുബായ് ഒരു സ്വർഗ നഗരമായി മാറുകയാണ്. അത്രയേറെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ ഇനി കാണാം.